ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഈ പോകുന്നത് ഇപ്പോൾ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ്. വേറൊരിടത്തുമല്ല, സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ്. തെങ്കാശിയിൽ നിന്ന് അടുത്ത് തന്നെയാണ് സുന്ദരപാണ്ഡ്യപുരം. ഒരു 45 മിനിറ്റ്സ് ട്രാവലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് രാവിലെ തന്നെ സുന്ദരപാണ്ഡ്യപുരത്തേക്ക് ഇറങ്ങി. അങ്ങ് ഫുൾ എക്സൈറ്റ്മെന്റിലാണ്. ഇതാണ് അന്യൻ പാറ. അന്യൻ മൂവിയിൽ ഒരു സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ അന്യൻ പാറ എന്ന് പറയുന്നത്. ഏകദേശം സുന്ദരപാണ്ഡ്യപുരം റീച്ച് ആവാറായി. സുന്ദരപാണ്ഡ്യപുരത്ത് പോകുന്ന വഴിയും സുന്ദരപാണ്ഡ്യപുരം പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. മെയിനായിട്ട് സൺഫ്ലവർ തോട്ടം പോലെ തന്നെ അവിടെ ഉള്ളതാണ് ചോളത്തിൻ്റെ കൃഷി. സുന്ദരപാണ്ഡ്യപുരം എത്തിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ തോട്ടം കാണാം. ഏകദേശം ചുരണ്ട എത്താറായി. പിന്നെ അത്രയും ദൂരം പോകണ്ടെന്ന് വെച്ചിട്ട് ഇടയ്ക്ക് നിർത്തി അവിടെ അടുത്തുള്ള ഒരു സൺഫ്ലവർ തോട്ടത്തിൽ കയറി. ചുരണ്ടയിലും നിറയെ സൺഫ്ലവർ തോട്ടമുണ്ട്. സുന്ദരപാണ്ഡ്യപുരം മാത്രമാണ് ഫേമസ് ആയിട്ടുള്ളത്. എന്നാലും ചുരണ്ടയും സെയിം ആയിട്ട് അത്രയധികം സൺഫ്ലവർ തോട്ടം ഉണ്ട്. എന്നാലും നിലവിൽ ഫേമസ് സുന്ദരപാണ്ഡ്യപുരം തന്നെയാണ്. അങ്ങനെ ചുറ്റിനും സൺഫ്ലവർ തോട്ടമുള്ള സുന്ദരപാണ്ഡ്യപുരത്ത് നിന്ന് ഞങ്ങളൊരു സൺഫ്ലവർ തോട്ടം ചൂസ് ചെയ്തു. പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ അധികം ആൾത്തിരക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടേക്ക് പോകാമെന്ന് ഡിസൈഡ് ചെയ്തത്. വേറൊരു റീസണും കൂടെ ഉണ്ട് ആൾത്തിരക്കില്ലാത്തതിന്. വീക്ക് ഡേയ്സിലാണ് ഞങ്ങൾ പോയത്. പെർ ഹെഡ് 50 ആയിരുന്നു ചാർജ് ചെയ്തത്. പണ്ടൊന്നും ഇങ്ങനെ പൈസ കൊടുത്ത് തന്നെ സൺഫ്ലവർ തോട്ടം കാണേണ്ട ആവശ്യമില്ലായിരുന്നു. ചുമ്മാ പോയി കാണാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം കൂടുതലും വിസിറ്റേഴ്സ് സൺഫ്ലവർ തോട്ടം കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നതുകൊണ്ട് തന്നെ അതിന് ചാർജ് ചെയ്ത് തുടങ്ങി. പിന്നെ കമ്പാരിറ്റീവ്ലി കേരളത്തിൽ നിന്നാണ് കൂടുതലും വിസിറ്റേഴ്സ് അവിടേക്ക് വരുന്നത്. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റി. എന്നാലും നല്ല വെയിൽ കാരണം വിചാരിച്ച പോലത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ സാധിച്ചില്ല. ആർക്കും ഞങ്ങളെപ്പോലത്തെ അബദ്ധം പറ്റാതിരിക്കട്ടെ. ഇത്രയും ദൂരത്തുനിന്ന് വരുവാണെങ്കിൽ നേരത്തെ വരാൻ നോക്കണം. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് മുറിഞ്ഞ് നല്ല ടയേർഡായി.
കുറച്ച് പ്ലേസസ് ഒക്കെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത വ്ലോഗിലായിരിക്കും. സോ അതുവരേക്കും സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.